ഇന്ന് നമുക്ക് ഒരു പേഴ്സണലായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അവരെ അനുഗ്രഹിച്ച് നടന്ന ഒരു അനുഭവ കഥ പറഞ്ഞുകൊണ്ട് ഒരു ഗുരുവായൂരപ്പ ഭക്ത നമുക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജ് വോയിസ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുമുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം അതൊന്നും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഇനി വരുന്ന അനുഭവ കഥകളെല്ലാം കഴിയുന്നതും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 10-11 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. ഒരുപാട് ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തി മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷേ കുട്ടികളുണ്ടായിരുന്നില്ല. ഡോക്ടറാണെങ്കിലും ഒരു ഹോപ്പും പറയുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ ചികിത്സകൾ നടത്തിയിട്ടും ഒരു ഹോപ്പും ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ശരിക്കും നാമജപത്തിൻ്റെയൊക്കെ ശക്തി നമുക്കറിയാൻ പറ്റുന്നത്. ആ കൊറോണ കാലത്ത് സമയം കിട്ടുമ്പോഴൊക്കെ സന്ധ്യാസമയത്ത് അവരെന്നും സന്താന ഗോപാല മന്ത്രം ജപിക്കാൻ തുടങ്ങി. സന്ധ്യാസമയത്ത് മാത്രമല്ല, ഓഫീസിലായിരുന്നപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം അവർ സന്താന ഗോപാല മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, വ്യാഴാഴ്ചകളിൽ നമ്മൾ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യാഴാഴ്ചകളിൽ അവർ നെയ്വിളക്കൊക്കെ ഒഴിച്ച് ഭഗവാന് വിളക്ക് കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിയുന്നത്ര നാമജപം ചെയ്ത് അവർക്ക് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൽ ഒരു പൊന്നുണ്ണിക്കണ്ണനെ തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു. ഇന്ന് ആ കുഞ്ഞിന് 3 വയസ്സായി. അപ്പോൾ ഈ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഡോക്ടർമാർ പോലും വിധി എഴുതിയതാണ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ മൂപ്പർക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ എത്രത്തോളം നാമം ചൊല്ലി ഭഗവാനെ വിളിക്കുന്നുവോ, ആദ്യമൊക്കെ പരീക്ഷിച്ചു എന്നിരിക്കും, എന്നാലും ഭഗവാൻ നമുക്ക് അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുക ചെയ്യും. അപ്പോൾ ഇതെന്താണെന്ന് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരുപാട് വീഡിയോകളുടെ അടിയിൽ കമൻറ്റുകളായിട്ട് വരാറുണ്ട്, ഭഗവാനെ എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും മെസ്സേജുകളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഉള്ളൊരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു അനുഭവകഥ എന്ന് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യണത്. കഴിയുന്നത്ര നാമം ജപിച്ചോളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഭഗവാനിലേക്ക് എടുക്കുകയുള്ളൂ. ഭഗവാൻ ചിലപ്പോൾ പരീക്ഷിച്ചു എന്നൊക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ നമുക്കുള്ളത് ഭഗവാൻ അത് അറിഞ്ഞു തരുന്നേ ചെയ്യും. ഭഗവാനിലേക്ക് എത്താൻ നാമജപം ഒരു മാർഗ്ഗമാണ്. പിന്നെ കൃഷ്ണൻ്റെ ഭഗവാന്റെ കഥകൾ പറയുക, കേൾക്കുക എന്നുള്ളതൊക്കെ തന്നെ പുണ്യമാണ്. ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പിന്നൊരു കാര്യം, ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെറിയൊരു സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ട്. അത് മാറാനായിട്ട് അവരിപ്പോൾ നാരായണീയത്തിൽ ആ ശ്ലോകങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിലേറെ സന്തോഷം. കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് 2 പേരെങ്കിലും നാമം ജപിക്കാൻ തുടങ്ങിയ അത്രയ്ക്കും നല്ലതായി. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.